ഇതിലാണെങ്കിൽ വാദ്യമേള അകമ്പടിയോടെ ആദർശും നയനയും വലതുകാൽ വെച്ച് അങ്ങനെ അകത്തേക്ക് കയറുമ്പോൾ ഏറ്റവും അധികം പ്രഷറിലാകുന്നത് അവന്തികയാണ്. അവന്തികയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ച് കളയുന്ന നയനയെയും ആദർശിനെയുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സത്യത്തിൽ ഇതൊരു മുത്തശ്ശൻ്റെ പ്ലാനാണ് എന്ന് കാണാനായിട്ട് കഴിയും. മുത്തശ്ശൻ തന്ത്രപൂർവ്വം ആദർശും നയനയുമാണ് വരുന്നത് എന്ന് ആരെയും അറിയിക്കാതെ, അതായത് അനിയെപ്പോലും അറിയിക്കാതെ അവരെ വീട്ടിലേക്ക് വരുത്തുമ്പോൾ സ്വീകരിക്കാനായിട്ട് ഒരു പട പോലെ ഗമയോടെ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. ഒടുവിൽ കാറ് തുറന്നിറങ്ങുമ്പോഴാണ് മുത്തശ്ശൻ പറഞ്ഞ അതിഥികൾ രണ്ടുപേരും വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട നയനയും ആദർശുമാണ് എന്നറിയുന്നത്. ഇതേ സമയം അബിയുടെ മുഖത്ത് കാണണം വിളറി വെളുത്ത് ഞെട്ടി നിൽക്കുന്ന ഒരു കാഴ്ച. ഇതിനിടയിലാണെങ്കിൽ ആദർശാണെങ്കിൽ അബിയുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട്. അബി, എന്തൊക്കെയുണ്ടടാ വിശേഷം, സുഖം തന്നെയല്ലേടാ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അബിയാണെങ്കിൽ ഒന്ന് നെറ്റിച്ചു വിളിക്കുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ ആദർശ് മുത്തശ്ശൻ്റെ അടുത്തേക്ക് ചെന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ജാനകി വളരെ വലിയ വിരോധത്തിലാണ്. തൻ്റെ മകൻ്റെ സ്ഥാനം തട്ടിയെടുക്കാൻ വന്ന ഒരു ചതിയനെയാണ്, ഒരു തട്ടിയെടുപ്പുകാരനെയാണ് താൻ കാണുന്നത്, നോക്കുന്നത് എന്നൊരു ചിന്ത നമ്മുടെ ജാനകിയുടെ മുഖത്തുണ്ട്. ദേവയാനി